ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ SCERT സീരീസ് ആണ് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു എക്സാമിനാണെങ്കിലും വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് SCERT സീരീസ് എന്ന് പറയുന്നത്. ഓൾഡ് SCERTയും ന്യൂ SCERTയും നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് നിങ്ങൾക്കറിയാലോ. നമ്മൾ SCERT സീരീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7ഓളം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഈ 7 ലെസൺസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മൾ SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്തിനനുസരിച്ച് ഈ ഒരു 7 ലെസൺസ് കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലെസൺസിൻ്റെ ഒരു ലിസ്റ്റ് തരാം. ടോപ്പിക് 1 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ദ്രവബലങ്ങളാണ്. ഫിസിക്സ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പിക് 1 ദ്രവബലങ്ങളുമായി ബന്ധപ്പെട്ട് 3 SCERT ലെസൺസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡിലെ 7th ലെസണാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്നുള്ള ഒരു ലെസൺ. അത് ഓൾഡ് SCERT ആണ്. ഇനി ന്യൂ SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തു പറയും ന്യൂ SCERT ആണെന്ന് കേട്ടോ. ഇനി 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ദ്രവബലങ്ങൾ. അതുകൂടാതെ 9th സ്റ്റാൻഡേർഡിൽ ന്യൂ SCERTയിൽ 5th ലെസൺ പ്ലവക്ഷമ ബലം. ഈ 3 ലെസൺസാണ് ദ്രവബലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള SCERT ലെസൺസ്. ഇനി ടോപ്പിക് നമ്പർ 2 നമ്മൾ സെലക്ട് ചെയ്തത് ശബ്ദമാണ്. ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടും 3 SCERT ലെസൺസ് ഉണ്ട്. 8th സ്റ്റാൻഡേർഡിലെ 19th ലെസൺ ശബ്ദം. അതുപോലെ 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിൽ ഫസ്റ്റ് ലെസൺ ശബ്ദ തരംഗങ്ങൾ. അതോടൊപ്പം 9th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിൽ 8th ലെസൺ ശബ്ദം. അപ്പോൾ ഈ 3 ലെസൺസ് ആകുമ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട SCERT ടോപ്പിക്സ് ഒക്കെ കഴിയും. പിന്നെ വരുന്നത് ടോപ്പിക് നമ്പർ 3 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് തരംഗചലനമാണ്. തരംഗചലനം എന്ന് പറയുന്നത് ശബ്ദം എന്ന ടോപ്പിക്കിനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. എങ്കിലും നമ്മൾ ഈ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് അതിനെ എടുത്തിട്ട് 9th സ്റ്റാൻഡേർഡിൽ ഒരു ലെസണാണ് തരംഗചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. അത് 7th ലെസണാണ്, ചാപ്റ്റർ 7 തരംഗചലനം. ഓക്കെ, ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ടോപ്പിക് നമ്പർ 4 ആയിട്ട് ഗുരുത്വാകർഷണത്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഗുരുത്വാകർഷണവുമായി റിലേറ്റഡ് ആയിട്ട് 2 SCERT ലെസൺസ് ആണ് വരുന്നത്. രണ്ടും 9th സ്റ്റാൻഡേർഡിലെയാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ 4th ലെസൺ ആണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് 9th സ്റ്റാൻഡേർഡ് 4th ലെസൺ ന്യൂ SCERTയും പഠിക്കും. അതും 4th ലെസൺ തന്നെയാണ് കേട്ടോ, ഗുരുത്വാകർഷണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഗുരുത്വാകർഷണം 4th ലെസൺ ആണ് പഠിക്കാനായിട്ടുള്ളത്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളതെന്ന്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ്, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ഒരു ആകർഷണ ബലത്തെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലത്തിനെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂഗുരുത്വാകർഷണ ബലത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം, ഞെട്ടറ്റ് താഴേക്ക് വീഴുന്ന മാമ്പഴം, അതുപോലെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത്, ഇവയൊക്കെ ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിലേക്കാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശ താഴേക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. കൂടാതെ മറ്റൊരു പോയിന്റ് ഇതാണ്, ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നത്. ഈ ഒരു ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ നമുക്ക് അനുഭവപ്പെടുന്നത് ഭൂകേന്ദ്രത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശ താഴേക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂഗുരുത്വ ആകർഷണ ബലം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊരു പോയിന്റ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് ഗുരുത്വാകർഷണത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി റിലേറ്റഡ് ആണ്.
അതോടൊപ്പം തന്നെ വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു സെക്കൻഡ് ഫാക്ടർ എന്ന് പറയാവുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും ചേർത്ത് വെച്ചുകൊണ്ട് സർ ഐസക് ന്യൂട്ടൻ ഒരു നിയമം ആവിഷ്കരിച്ചു. ഈ രണ്ട് ഘടകങ്ങളെ, ഏതൊക്കെ ഘടകങ്ങളെ? മാസും അതുപോലെ തന്നെ വസ്തുക്കൾ തമ്മിലുള്ള അകലവും, ആ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സർ ഐസക് ന്യൂട്ടൻ ഒരു നിയമം കൊണ്ടുവരികയാണ്. നോക്കിയേ, ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയവരുടെ നിരീക്ഷണ ഫലങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ബാധകമാക്കിക്കൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം അദ്ദേഹം ആവിഷ്കരിച്ചു. ചോദ്യം വരാം, സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? സർ ഐസക് ന്യൂട്ടൻ. ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെ നിരീക്ഷണ ഫലങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ബാധകമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. ആരാണ് ആവിഷ്കരിച്ചത്? സർ ഐസക് ന്യൂട്ടൻ. ഇനി എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നോക്കുക. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. എന്താണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ടെന്നും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതമാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അതുകൂടാതെ അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും, വിപരീത അനുപാതത്തിലുമായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ താഴേക്ക് നോക്കാം, ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഇവിടെ നോക്കൂ, രണ്ട് വസ്തുക്കൾ എടുത്തിട്ടുണ്ട്, M1 M2 എന്നീ മാസുകളുള്ള രണ്ട് വസ്തുക്കൾ. ആദ്യത്തെ വസ്തുവിൻ്റെ മാസ് M1 എന്നിരിക്കട്ടെ, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് M2 ആണ്. അപ്പോൾ M1 M2 എന്നീ മാസുകളുള്ള രണ്ട് വസ്തുക്കൾ, ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് D ആണ്. ഇവ തമ്മിലുള്ള അകലം D എന്നിരിക്കട്ടെ. ഓക്കെ, M1 എന്നത് വലിയ വസ്തു, M2 എന്നത് ചെറിയ വസ്തു. ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം D ആണ്. എങ്കിൽ എന്താണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് F പ്രൊപ്പോർഷണൽ ടു M1 ഇൻറ്റു M2, ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത് എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത് അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അവ തമ്മിലുള്ള അകലം D ആണല്ലോ. അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും. അവ തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ D, അതിന്റെ വർഗം D². അതിനെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ F പ്രൊപ്പോർഷണൽ ടു M1 M2 ആണ്. സെക്കൻഡ് കണ്ടീഷൻ F പ്രൊപ്പോർഷണൽ ടു 1/D². D എന്നത് ഡിസ്റ്റൻസ് ആണ്, അകലമാണ്. അപ്പോൾ ഇവ തമ്മിൽ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F പ്രൊപ്പോർഷണൽ ടു M1 M2/D² എന്ന് എഴുതാം. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് F ഈക്വൽ ടു G എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഓക്കെ, G M1 M2/D² എന്ന് കൊടുക്കാം. ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ആ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ G ആണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഈ ക്യാപിറ്റൽ ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണയിച്ചത്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണയിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? നോക്കിയേ, 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. 10⁻⁻11 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ വളരെ ചെറുതാണ്.
അല്ലേ? അപ്പോൾ ഈ വാല്യൂ വളരെ ചെറുതായതുകൊണ്ടാണ് വസ്തുക്കൾ തമ്മിൽ അടുത്തടുത്തൊക്കെ വരുന്നത്, അല്ലേ? ഈ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ വസ്തുക്കൾക്ക് അടുത്തടുത്ത് ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റിലൂടെയൊക്കെ തെളിയിച്ച വ്യക്തിയാണ് ആര്? ഹെൻറി കാവൻഡിഷ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ജി ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ മൂല്യം 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം, എന്നിട്ട് അടുത്ത പേജിലേക്ക് പോവാം. ഓക്കെ, സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക അറിയാമല്ലോ. എന്താണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നു. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, PYQ ആണ്. ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോൾ, ഭൗമ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് ന്യൂട്ടൻ നിരീക്ഷിച്ചു. അതുപോലെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ഐസക് ന്യൂട്ടൻ ആണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ മുൻഗാമികളുടെ കണ്ടെത്തലുകൾക്ക് വ്യക്തത വരുത്തിയതും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം, അതുപോലെ തന്നെ ചലന നിയമങ്ങൾ എന്നിവ ഭൗതിക ശാസ്ത്ര പഠന മേഖലയിൽ വിപ്ലവങ്ങൾ വരുത്തി. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതും സർ ഐസക് ന്യൂട്ടൻ ആണ്. ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഓർത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഈ കോളത്തിൽ പറഞ്ഞത്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ അദ്ദേഹമാണ് രൂപകൽപ്പന ചെയ്തത്. അതുപോലെ തന്നെ ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെയൊക്കെ കണ്ടെത്തലുകൾക്ക് കൂടുതൽ വ്യക്തത വരുത്താനൊക്കെ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാർവിക ഗുരുത്വാകർഷണ നിയമം, അതുപോലെ ചലന നിയമങ്ങൾ എന്നിവ ഫിസിക്സിന്റെ ഒരു പഠന മേഖലയിൽ ഒരുപാട് വിപ്ലവങ്ങൾ വരുത്തിയ ഒരു കണ്ടുപിടുത്തങ്ങളാണ്. പിന്നെ അതുപോലെ 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതും സർ ഐസക് ന്യൂട്ടൻ ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിവിടെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്തായിരുന്നു? ജിയുടെ വാല്യൂ ആണ്. ജിയുടെ വാല്യൂ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നാണ് അറിയപ്പെടുന്നത്. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഈ ജിയുടെ വാല്യൂ ഓൾവേസ് റിമൈൻസ് സെയിം ഇൻ യൂണിവേഴ്സ് എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ജിയുടെ വാല്യൂ എപ്പോഴും യൂണിവേഴ്സിൽ സെയിം ആയിരിക്കും. ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്, അല്ലേ? വളരെ ചെറിയ വാല്യൂ ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ കണ്ടോ? ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഈ 5 ചോദ്യങ്ങൾ നിസ്സാരക്കാരല്ല കേട്ടോ. ഇത് പല ആവൃത്തി ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. നമുക്കിവിടെ തന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഒരു ടേബിളൊക്കെ കൊടുത്തിട്ട് ആ ടേബിളിൻ്റെ കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നമ്മളിപ്പോൾ ടേബിളിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? നേരത്തെ പേജിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഇക്വേഷൻ? F = G(m1m2/d² എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ നിന്ന് എഴുതാം. F = ക്യാപിറ്റൽ ലെറ്റർ G m1 m2/d². ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കാവേ ആൻസർ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കുകയാണ്. ആദ്യത്തെ കേസിൽ 1ൻ്റെ മാസ് ഇരട്ടിയാക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ m1ൻ്റെ മാസ് ഇരട്ടിയാക്കാം. എന്ന് വെച്ചാൽ m1 എന്നുള്ളത് അപ്പോൾ എന്താവും? 2m1 എന്നാവും. അപ്പോൾ ആൻസറിൽ തന്നെ മൊത്തത്തിലൊരു
ഡബിളിങ് വരും ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? എത്ര മടങ്ങ് എന്നുള്ളത് എങ്ങനെയാണ് ആൻസർ വരിക? 2 മടങ്ങാണ് അല്ലേ? 2 കൊണ്ടല്ലേ നമ്മൾ ഇൻഡ്യൂ ചെയ്തത്. അപ്പോൾ 2 മടങ്ങാണ്. ഇനി 2 വസ്തുക്കളുടെയും മാസ് ഇരട്ടിയാക്കുകയാണെങ്കിലോ, അതായത് M1ൻ്റെ മാസും നമ്മൾ ഇരട്ടിയാക്കി M2ൻ്റെ മാസും നമ്മൾ ഇരട്ടിയാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? M1നെ ഒരു 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം, M2നെയും ഒരു 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര മടങ്ങാകും? ആൻസർ 4 മടങ്ങാകും അല്ലേ? 2 2 വെച്ച് ഇൻഡ്യൂ ചെയ്യുന്നില്ലേ? 2 × 2 എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 മടങ്ങായി. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാലോ? അകലം ഇരട്ടിയാക്കാണ്. അകലം എന്ന് പറയുമ്പോൾ എന്താണ്? D ആണ്. D ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ 2D ആണ്. 2D എന്ന് പറയുമ്പോൾ എന്താണ്? 2D² അല്ലേ വന്നിട്ടുള്ളത്. ഈ D എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 2നും ആപ്ലിക്കബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ 2² എന്ന് പറയുന്നത് 4D ആയി വരും. എന്ന് വെച്ചാൽ ഫോഴ്സ് എന്തായി മാറും? അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 4/1 ആകും അല്ലേ. 4/1 ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ആണല്ലോ. ÷ 4 അല്ലേ വരിക. അപ്പോൾ ഫോഴ്സ് 4/1 ചുരുങ്ങുകയാണ് ചെയ്യുക, റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കുകയാണെങ്കിൽ, വസ്തുക്കൾ തമ്മിലുള്ള അകലം നേരത്തെ ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കുകയാണെങ്കിൽ എങ്ങനെ വരും? വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പകുതിയാക്കുക എന്ന് പറയുമ്പോൾ ഡീനെ എന്ത് ചെയ്യണം? /2 ചെയ്യണം അല്ലേ. ഡീനെ /2 ചെയ്യുക എന്ന് പറയുമ്പോൾ D/2² എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇവിടെ അടിയിൽ 4 അല്ലേ വരിക. ഈ 4 നേരെ മുകളിലേക്ക് വരുമ്പോൾ എന്തായി? × 4 ആവും. അപ്പോൾ നമ്മുടെ ആൻസർ ഫോഴ്സ് മൊത്തത്തിൽ എന്താകും? 4 ഇരട്ടിയായിട്ട് മാറും. 4 ഇരട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 ആക്കിയാലോ? വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 2ന് പകരം എന്ത് ചെയ്യണം? 2ന് പകരം നമുക്കിവിടെ 4 എന്ന് കൊടുക്കണം അല്ലേ. 2ന് പകരം 4 എന്ന് കൊടുക്കാം. 4 എന്ന് കൊടുക്കുമ്പോൾ വീണ്ടും എങ്ങനെ തന്നെയാണ്? ഈ 4² എന്ന് പറഞ്ഞാൽ 16 ആവും അല്ലേ. ഈ 16 മുകളിലേക്ക് ഡിവൈഡ് ചെയ്യാനുള്ള 16 മുകളിലേക്ക് പോകുമ്പോൾ അത് ഇൻറ്റു ചെയ്യാനാകും. അപ്പോൾ എന്തായി? 16 ഇരട്ടിയായി. മനസ്സിലായോ? ഇത് 16 ഇരട്ടിയായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇത്രയും ഈ ഒരു 5 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് മനസ്സിരുത്തി നോക്കുക. ഒന്നുകൂടി ഒന്ന് ബാക്കിലേക്ക് പോയി വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മതി, നന്നായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് വന്നിട്ടുള്ള 5 ചോദ്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യം മനസ്സിലാക്കി തന്നെ പോകണം, എക്സാമിന് ചോദിക്കാം. ഓക്കെ. ഇനി നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് നോക്കാം കേട്ടോ. 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി 50 കിലോഗ്രാം മാസുള്ള മറ്റൊരു കുട്ടിയിൽ നിന്ന് 1 മീറ്റർ അകലത്തിലിരിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ആകർഷണ ബലം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 വസ്തുക്കളാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടിയെ നമുക്ക് M1 എന്നും രണ്ടാമത്തെ കുട്ടിയെ നമുക്ക് M2 എന്നും എടുക്കാം. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ജിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ G ഒരു ചെറിയ വാല്യൂ ആണ്. ജിയുടെ വാല്യൂ എന്താണ്? 6.67 × 10⁻11 Nm²/kg² ആണ്. അതുപോലെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ്? F = Gm1m2/d² എന്നുള്ളതാണ്. അപ്പോൾ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, M1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, M2 ചെയ്തു, d² ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 13,340 × 10⁻11 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അപ്പം ഈ വാല്യൂ ഏതാ? 13,340 × 10⁻11 നമുക്ക് എങ്ങനെയും എഴുതാം. ഇതാ നോക്ക്, 1.334 × 10⁻7 എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഇതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ആ ജിയുടെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ G ആണ്. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. 6.67 × 10⁻11 Nm²/kg² ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് കെപ്ലറുടെ നിയമങ്ങളാണ്. കെപ്ലറുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൻ്റെ മുൻഗാമിയായിരുന്ന ജൊഹാൻസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ന്യൂട്ടൺ വ്യുൽക്രമ വർഗ നിയമം വിശദീകരിച്ചത്. കെപ്ലറുടെ പ്രശസ്തമായിട്ടുള്ള 3 നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കെപ്ലറുടെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് കെപ്ലറുടെ ഒന്നാമത്തെ നിയമം. ഇവിടെ പിക്ചർ തന്നിരിക്കുന്നതുണ്ടോ? സൂര്യനെ കേന്ദ്രമാക്കി, O എന്ന് കാണിക്കുന്നത് എന്താണ്? സൂര്യനാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവാണ് കടന്നു പോകുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ചിത്രത്തിൽ A മുതൽ
എ മുതൽ ബി വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും അതുപോലെ തന്നെ സി മുതൽ ഡി വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും തുല്യമാണെങ്കിൽ കെപ്ലറുടെ നിയമപ്രകാരം ഒ എ ബി ഈ ഒ എ ബിയും അതുപോലെ ഒ സി ഡിയും എന്നീ ഭാഗങ്ങളുടെ പരപ്പളവുകൾ തുല്യമായിരിക്കുമെന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവാണ് കടന്നു പോകുന്നത്. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവാണ് കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് അതാണ്. ഇനി മൂന്നാമത്തെ നിയമം എന്താണെന്ന് നോക്കാം. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം ടി എന്നെടുക്കാം. അപ്പോൾ ഈ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്, ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. അതായത് ഗണിതപരമായിട്ട് ആർ ക്യൂബ് എന്ന് പറയുന്നത് ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥിര സംഖ്യയാണ്, ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിയമം. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ 3 നിയമങ്ങളാണ് കെപ്ലർ കൊണ്ടുവന്നിട്ടുള്ളത്. 3 ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ നിയമം, സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ നിയമം, ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. മൂന്നാമത്തെ നിയമം, ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ ഈക്വൽ ടു ഒരു സ്ഥിര സംഖ്യയാണ്. ഇതിൽ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരമാണ് അല്ലേ. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ നിയമം. അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ന്യൂട്ടൺ വ്യുൽക്രമ വർഗ നിയമം പ്രസ്താവിച്ചത്. വ്യുൽക്രമ വർഗ നിയമം, ഒരു ഗ്രഹം സൂര്യന് ചുറ്റും r ആരമുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. ഒരു ഗ്രഹം സൂര്യന് ചുറ്റും r ആരമുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗം v എന്നും മാസ് m എന്നും എടുക്കുക. അങ്ങനെയെങ്കിൽ ഭ്രമണപഥത്തിൻ്റെ ആരം 6 ആണ്. അങ്ങനെ ആവുമ്പോൾ അഭികേന്ദ്ര ബലം F = mv²/r ആയിരിക്കും. ഗ്രഹത്തിൻ്റെ മാസ് സ്ഥിരമായതിനാൽ F ∝ v²/r എന്നാണ്. ഗ്രഹം t സമയം കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നുവെങ്കിൽ ഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗം v = 2πr ആയിരിക്കും. 2πr എന്നത് ഭ്രമണപഥത്തിൻ്റെ ചുറ്റളവാണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ കെപ്ലറുടെ 3 നിയമങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ന്യൂട്ടൺ കൊണ്ടുവന്നിട്ടുള്ള വ്യുൽക്രമ വർഗ നിയമത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. വ്യുൽക്രമ വർഗ നിയമം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം സൂര്യന് ചുറ്റും r ആരമുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇതിൽ v എന്താണ്? v എന്ന് പറയുന്നത് പരിക്രമണ പ്രവേഗമാണ്. അതുപോലെ മാസ് m, ഭ്രമണപഥത്തിൻ്റെ ആരമാണ് r. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സെൻട്രലിലേക്ക് അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രലിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = mv²/r ആണ്. v എന്താണ്? പരിക്രമണ പ്രവേഗമാണ്. r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അങ്ങനെയെങ്കിൽ ഗ്രഹത്തിൻ്റെ മാസ് സ്ഥിരമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? F ∝ v²/r എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്രഹം t സമയം കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുകയാണെങ്കിൽ ഗ്രഹത്തിൻ്റെ പരിക്രമണ പ്രവേഗം എന്ന് പറയുന്നത് വിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? 2πr/t എന്ന് എഴുതാം. 2πr/t. അപ്പോൾ ഈ 2πr എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭ്രമണപഥത്തിൻ്റെ ചുറ്റളവാണ്. ചുറ്റളവിനെയാണ് 2πr കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈമാണ് t എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? v = 2πr. ഗ്രഹത്തിൻ്റെ പരിക്രമണ പ്രവേഗം എന്ന് പറയുന്നത് v = 2πr/t ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇത് എന്താ ഈ പറയുന്നത്? എന്തിനെക്കുറിച്ചാണ്? ന്യൂട്ടൻ്റെ വ്യുൽക്രമ വർഗ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ F = mv²/r എന്ന ഇക്വേഷനും അതുപോലെ v എന്നതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള പോയിന്റും കൂടി ഓർത്ത് വയ്ക്കുക. v = 2πr/t ആണെന്നുള്ളതും കൂടി ഓർത്ത് വെച്ചാൽ മതി. അതിവിടെ അഡീഷണൽ ആയിട്ട് വലിയ കാര്യമൊന്നും അല്ല ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ടെൻഷൻ ആവേണ്ട, വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ F = mv²/r എന്ന ആ ഒരു സമവാക്യമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ വെലോസിറ്റി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ള ഇക്വേഷനും കൂടി ഉണ്ട്. v = 2πr/t ആണ്. ഈ 2πr എന്ന് പറയുന്നത് എന്താണ്? ഭ്രമണപഥത്തിൻ്റെ ചുറ്റളവാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്താൽ മതി.
ഇതുമായി ബന്ധപ്പെട്ടുള്ള മാത്സ് പ്രോബ്ലംസ് ഒന്നും നമുക്കങ്ങനെ വരാറൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ ഭൂഗുരുത്വ ആകർഷണ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഭൂമിയുടെ മാസ്, ആരം എന്നിവ യഥാക്രമം എം, ആറ് എന്നിങ്ങനെ എടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഭൂമിയുടെ മാസ്, അതുപോലെ ഭൂമിയുടെ ആരമാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസ്, മറ്റൊരു വസ്തുവിനെയാണ് കുറിച്ച് പറയുന്നത്, അത് സ്മോൾ ലെറ്റർ എം ആണ്. ക്ലിയർ ആയി പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എമ്മും റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആറും ആണ്. ഭൂമിയുടെ പ്രതലത്തിലിരിക്കുന്ന മറ്റൊരു വസ്തുവുണ്ട്, ആ വസ്തുവിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എമ്മും ആണ്. അങ്ങനെയെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്രയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? F is equal to G m1 m2 by d സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയുടെ മാസമായിട്ട് എടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ എം. അതുപോലെ m2 എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ പ്രതലത്തിലിരിക്കുന്ന ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ വസ്തുവിൻ്റെ മാസമായിട്ടും എടുക്കാം. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ആ റേഡിയസുമായിട്ടും എടുക്കാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും? F is equal to G എം. ഈ എം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ മാസമാണ്, ക്യാപിറ്റൽ ലെറ്റർ എം. സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ പ്രതലത്തിലിരിക്കുന്ന വസ്തുവിൻ്റെ മാസമാണ്, ബൈ ഡി സ്ക്വയർ. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. Gmm ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, അല്ലേ? ഭൂമി യഥാർത്ഥത്തിൽ ഗോളാകൃതിയാണോ? അല്ല, ഒരു ജിയോയിഡ് ഷേപ്പാണെന്നാണ് പറയാറ്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ജിയോയിഡ് ഷേപ്പാണ് എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ആരം എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? ആണോ? നിങ്ങളിത് ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കി. ഭൂമി ജിയോയിഡ് ഷേപ്പാണെന്ന് പറഞ്ഞു. ഈ ഭൂമിയുടെ ആരം ഇങ്ങോട്ടുള്ള ദൂരവും അതുപോലെ ഈ ധ്രുവത്തിലേക്കുള്ള ദൂരവും ഒരുപോലെയാണോ? ഒരേ ദൂരമാണോ? അല്ല. അപ്പോൾ ഭൂമിയുടെ ആരം എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല. ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഏതാണ്? ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? ഭൂമിയുടെ ആരം ഏറ്റവും കൂടുതൽ എവിടെയാ? ഈ ആരം അല്ലേ കൂടുതൽ? നമ്മളിപ്പോൾ വരച്ച ഈ ഭൂമധ്യ രേഖയിലൂടെയുള്ള ഇതല്ലേ കൂടുതലായിട്ടുള്ളത്? അപ്പോൾ ഭൂമധ്യമാണ് അല്ലേ? ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഭൂമധ്യത്തിലാണ്. ഇനി ഏറ്റവും കുറഞ്ഞ എവിടെയാണ്? കുറഞ്ഞത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിലേക്കുള്ളതല്ലേ? അപ്പോൾ ആരം ഏറ്റവും കുറവ് ധ്രുവപ്രദേശമാണ്. ഇനി ധ്രുവപ്രദേശത്തേക്കുള്ള ആരമാണ് ഏറ്റവും കുറവ്. ഒരു വസ്തു, അടുത്ത ചോദ്യം എന്താണ്? ഒരു വസ്തു ഭൂമിയുടെ പ്രതലത്തിൽ ഏത് ഭാഗത്ത് വെച്ചാലാണ് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഡിസ്റ്റൻസ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആകർഷണ ബലം കൂടുന്നത്, അല്ലേ? അപ്പോൾ എവിടെ വെച്ചാലാണ്? ധ്രുവപ്രദേശത്ത് വെച്ചാലല്ലേ? ധ്രുവപ്രദേശത്ത് വെച്ചാലാണ് എന്ത് ചെയ്യുക? ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ചാലാണ് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ധ്രുവപ്രദേശം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആരം കുറഞ്ഞ ഭാഗമാണ്. ആരം കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശം. ഓക്കെ, ധ്രുവപ്രദേശം. ഇനി ഭൂമണ്ഡലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലത്തിന്റെ അളവിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്ന്. ഇതാണ് ഭൂമിയെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതാണ് ധ്രുവപ്രദേശം. ഈ ധ്രുവപ്രദേശത്താണ് എന്തുണ്ടാവുന്നത്? ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത്. ഈ ധ്രുവപ്രദേശത്ത് നിന്ന് നമ്മൾ വീണ്ടും ഇതിൻ്റെ പ്രതലത്തിലേക്ക് വസ്തുവിനെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് വസ്തുവിനെ ഉയർത്തിക്കൊണ്ട് പോയാൽ ആകർഷണ ബലത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഓർത്തിരിക്കുക, ഭൂമിയുടെ ഈ ഒരു ധ്രുവപ്രദേശത്താണ് ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ളത്. അവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോയാലും അതുപോലെ തന്നെ ഭൂകേന്ദ്രത്തിലേക്ക് പോയാലും ഈ ആകർഷണ ബലം കുറഞ്ഞാണ് വരിക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുന്നതായി സങ്കല്പിച്ചാലോ ആകർഷണ ബലം എന്തായി മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പ്രകൃതിയിലെ ചില ബലങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. പ്രകൃതിയിലെ ചില ബലങ്ങൾ. പ്രപഞ്ചത്തിൽ പലവിധ ബലങ്ങളാണുള്ളത്. എന്തൊക്കെ? സൗകര്യാർത്ഥം അവയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കോണ്ടാക്ട് ഫോഴ്സ് എന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലമെന്നും സമ്പർക്ക രഹിത ബലമെന്നും പറഞ്ഞ് നമുക്ക് ഈ പ്രകൃതിയിലെ ബലങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം. വിസ്കസ് ബലം എന്താണ്? ശ്യാനബലം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? വിസ്കോസിറ്റി ഫോഴ്സ്. ഓക്കെ, എന്താണ്? ഒഴുകുന്ന ദ്രാവകങ്ങളുടെ പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? വിസ്കസ് ബലം. അതുപോലെ പ്രതല ബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ, വലിവ് ബലം, ഘർഷണ ബലം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോണ്ടാക്ട് ഫോഴ്സുകളാണ്, സമ്പർക്ക ബലങ്ങളാണ്.
ഇനി സമ്പർക്കരഹിത ബലങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം എന്താണ്? ഒരു സമ്പർക്കരഹിത ബലമാണ്. അപ്പോൾ ഈ ബലങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലവും അതുപോലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലവുമാണ്. ഓക്കെ, ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഏറ്റവും ശക്തി കൂടിയത് ന്യൂക്ലിയർ ബലവും ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഭൂഗുരുത്വ ത്വരണത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെക്കുറിച്ചാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നമുക്കൊരു ബോക്സിൽ തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ ഭൂഗുരുത്വാകർഷണ ബലത്തിലേക്ക് വരാം. വസ്തുവിൻ്റെ ഭാരവും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലവും എന്നൊരു ബോക്സാണ് തന്നിട്ടുള്ളത്. ഇത് വായിക്കാം. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. ഒരു വസ്തുവിന് മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. നമ്മൾ നേരത്തെ ഇവിടെ ഈ ചോദ്യം പറഞ്ഞില്ലേ, ആ ചോദ്യത്തിൻ്റെ ആൻസർ ആണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ചോദ്യം ഇവിടെ പറഞ്ഞല്ലോ, ഈ ചോദ്യത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിനു ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കും. ആയതിനാൽ ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം 0 ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂഗുരുത്വാകർഷണ ബലം ഭൂകേന്ദ്രത്തിൽ എന്താണ്? 0. ഓക്കെ, ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം 0. എന്താണ്? ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ആ വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് വരും തോറും അതിൻ്റെ ആകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ആ വസ്തു ഇരിക്കുമ്പോഴാണ്. അതുപോലെ ഭൂകേന്ദ്രത്തിലെ പരിണിത ആകർഷണ ബലം എന്ന് പറയുന്നത് 0. ഓർത്തു വയ്ക്കുക ഇത്രയും പോയിന്റ്സ്. ഇനി നമുക്ക് ഭൂഗുരുത്വ ത്വരണത്തെക്കുറിച്ച് നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെക്കുറിച്ച് നോക്കാം. ഇവിടുത്തെ പോയിന്റ് ഇതാണ്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണമാണ് വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ത്വരണത്തിനെയാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണമാണ് വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നത്, ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. ഈ ത്വരണത്തിനെയാണ് ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിക്കാം. ഭൂമിയും അതിൻ്റെ ഉപരിതലത്തിലുള്ള വസ്തുവും തമ്മിലുള്ള ആകർഷണ ബലം വസ്തുക്കളുടെ മാസിനനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മൾ പഠിച്ച കാര്യമാണത്. ഭൂമിയും അതിൻ്റെ ഉപരിതലത്തിലുള്ള വസ്തുക്കളും തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വസ്തുക്കളുടെ മാസിനനുസരിച്ച് വ്യത്യാസപ്പെടും. എങ്ങനെ വ്യത്യാസപ്പെടും? മാസ് കൂടുതലാണെങ്കിൽ ആകർഷണ ബലം കൂടുതലായിരിക്കും, മാസ് കുറവാണെങ്കിലോ ആകർഷണ ബലവും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വസ്തുവിനുണ്ടാവുന്ന ത്വരണം മാസിനനുസരിച്ച് വ്യത്യാസപ്പെടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ വസ്തുക്കളെയും ഭൂമി എന്തു ചെയ്യും? അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കും. വസ്തുവിൻ്റെ മാസ് m എന്നും ബലം F എങ്കിൽ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം F = ma ആണല്ലോ. അതിൽ തന്നെ നമുക്ക് ആക്സിലറേഷൻ A എന്ന് കണ്ടെത്താം. A എന്ന് പറയുമ്പോൾ എന്താണ്? A = F/m എന്നുള്ളതാണ്. അതായത് ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? വസ്തുക്കൾക്ക് ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ F = ma എന്ന ഇക്വേഷൻ നമുക്കറിയാലോ. F = ma എന്ന ഇക്വേഷൻ നമുക്കറിയുന്ന കാര്യമാണ്. ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമമാണ്. അതുപോലെ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമപ്രകാരമുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇക്വേഷനും നമുക്കറിയാം. F = g m1 m2 നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ F = g m/r² എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്ടന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ F = ma ആണ്. ഇതിൽ F = ma എന്നുള്ളത് നമുക്ക് എന്തും എഴുതാം. F = mg എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ mg എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ഭാഗവും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. mg = g m/r² നമ്മൾ ഇക്വേറ്റ് ചെയ്തു. രണ്ടും എന്താണ്? ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന്
ഈ സ്മോൾ ലെറ്റർ എമ്മും ഇവിടുത്തെ സ്മോൾ ലെറ്റർ എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ളതായിട്ട് മാറും ആണല്ലോ. അതായത് സ്മോൾ ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജി എം ബൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ഇനി ജിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ജിയുടെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഈ ഇക്വേഷൻ നമുക്കത് പറയാലോ. ഏതൊക്കെയാണ്? ഒന്ന് ഭൂമിയുടെ റേഡിയസ് ആണ്, റേഡിയസ്. പിന്നെന്താണ്? എം മാസ് ആണ് അല്ലേ. ജിയുടെ വാല്യൂ, ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂവിനെ, സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാസ്, അതുപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് അതിലേക്കുള്ള ആ ഒരു പ്രതലത്തിലേക്കുള്ള ദൂരം ആർ എന്ന് പറയുന്നത് അല്ലെ. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ റേഡിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഡി ആണ്. ഡിക്ക് പകരം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ റേഡിയസ് ആയിട്ട് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ മാസും അതുപോലെ ദൂരവുമാണ് ഇതിനെ ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല, പകരം ഭൂമിയുടെ മാസിനെയാണ് ആശ്രയിക്കുന്നത് ആണല്ലോ. നമുക്കിവിടെ മനസ്സിലായ കാര്യമാണ്. വസ്തുവിന്റെ മാസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ എമ്മും ക്യാൻസൽ ആയിപ്പോയി, അത് പോയി. പിന്നെ ഒന്നുമില്ല. പിന്നെ എന്താണുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ എമ്മും ആണുള്ളത്. ആ ജി എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതുപോലെ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ മാസാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ലെറ്റർ വാല്യൂയുടെ ജിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ജി ആണ്. ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ളത് നമുക്ക് കണ്ടെത്തി അല്ലേ. ഭൂമിയുടെ ആകർഷണം മൂലമുണ്ടാകുന്ന ഗുരുത്വാകർഷണം, അതാണ് ഭൂഗുരുത്വാകർഷണം. അപ്പോൾ ഈ ഭൂഗുരുത്വ ത്വരണമാണ് എന്ത്? ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ആകർഷണം മൂലം ഉണ്ടാകുന്ന ഗുരുത്വാകർഷണമാണ് എന്ത്? ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം നമുക്ക്. ജിയുടെ മൂല്യം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കുമോ? ജിയുടെ മൂല്യം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? ജിയുടെ മൂല്യം എല്ലായിടത്തും ഒരുപോലെ അല്ല. ഭൂമിയുടെ പ്രതലത്തിൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഇവിടെ ധ്രുവങ്ങളിലാണ് കേട്ടോ. ധ്രുവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ അനുഭവപ്പെടുന്നത്. ധ്രുവപ്രദേശത്താണ്. അതുപോലെ പോളാർ റീജിയനിലാണ്. ഇനി അടുത്തത് ഭൂമിയുടെ പ്രതലത്തിൽ ജിയുടെ കുറഞ്ഞ മൂല്യം എവിടെയാണ്? ഭൂമിയുടെ സെന്ററിലാണ്. ഭൂമിയുടെ മധ്യഭാഗത്താണ് ജിയുടെ മൂല്യം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. ഭൂകേന്ദ്രത്തിലാണെങ്കിൽ ജിയുടെ മൂല്യം എത്രയാണ്? 0 ആണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം 0 ആണ്. ഇനി ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വയ്ക്കണം. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ആവറേജ് ആയിട്ടാണ് നമ്മൾ ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ജിയുടെ വാല്യൂ എപ്പോഴും പറയുന്നത്. സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ പറയുന്നില്ലേ. അത് ധ്രുവപ്രദേശത്ത് 9.83യും എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എപ്പോഴും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള വാല്യൂ പഠിച്ചു വയ്ക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ചന്ദ്രനിലെ ജിയുടെ മൂല്യം നമുക്ക് തന്നിട്ടുണ്ട്. ചന്ദ്രൻ്റെ മാസും ആരം 6. ഓക്കെ, ചന്ദ്രൻ്റെ മാസം എം ആയിട്ടും ആരം 6 ആയിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ജിയുടെ ഇക്വേഷൻ, സ്മോൾ ലെറ്റർ ജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ജി ഈക്വൽ ടു ജി എം, ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ആണെന്നുള്ളത്. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എവിടെയാണെങ്കിലും അത് സെയിം ആയിരിക്കും. ഈ യൂണിവേഴ്സിൽ എവിടെയാണെങ്കിലും ക്യാപിറ്റൽ ജിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. 6.67 × 10⁻⁻11 ആണ്. ഇൻറ്റു മാസ് എന്ന് പറയുന്നത് ചന്ദ്രനിലെ ചന്ദ്രൻ്റെ മാസമാണ് വന്നിട്ടുള്ളത് 7.36 × 10⁻22 ആണ്.
ബൈ ആർ സ്ക്വയർ. റേഡിയസ് തന്നിട്ടുള്ളത് 1.74 ഇൻറ്റു 10⁻6 ആണ്. ആർ സ്ക്വയർ അല്ലേ, അപ്പോൾ സ്ക്വയർ കൊടുത്തു. അപ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഭൂമിയിലെ ജിയുടെ വാല്യൂവിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ് ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കുക. ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ്. ഇത് PYQ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. നമുക്ക് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് ഒരു കല്ലും കടലാസ് ഷീറ്റും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിട്ടാൽ അവ താഴെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ആദ്യം എക്സ്പെരിമെൻറ്റ് നോക്കാം. കടലാസ് പോലുള്ള വസ്തുക്കൾ ഇത് നോക്കിയോ. കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴോട്ട് പതിക്കുന്നതെന്നും ഇത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്നും ആദ്യമായി വാദിച്ചത് ഗലീലിയോ ഗലീലിയാണ്. വായുരഹിതമായ സ്ഥലം സൃഷ്ടിക്കാനുള്ള ഉപാധികൾ അക്കാലത്ത് ഇല്ലാതിരുന്നതിനാൽ ഇത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിൻകാലത്ത് തൂവലും നാണയവും പരീക്ഷണം മുഖേന ഐസക് ന്യൂട്ടനാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ തൂവലും നാണയവും പരീക്ഷണം നോക്കാം. നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം 4.3 കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചിത്രത്തിൽ നീളം കൂടിയതും രണ്ടറ്റവും അടഞ്ഞതുമായിട്ടുള്ള ഒരു സുതാര്യ ട്യൂബിൽ ന്യൂട്ടൻ ഒരു തൂവലും ഒരു നാണയവും നിക്ഷേപിച്ചു. ട്യൂബിനെ ലംബമായി പിടിച്ച ശേഷം പെട്ടെന്ന് തല കീഴായി നിർത്തി. ആദ്യം നാണയവും അല്പം കഴിഞ്ഞ് തൂവലും താഴെയെത്തി. ട്യൂബിനുള്ളിലെ വായു മുഴുവൻ നീക്കിയ ശേഷം പരീക്ഷണം ആവർത്തിച്ചപ്പോൾ തൂവലും നാണയവും ഒരുമിച്ച് പതിക്കുന്നതായിട്ട് കണ്ടു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ട്യൂബ് എടുക്കുന്നു, അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, തൂവലും നാണയവും കൂടി മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ആ സമയത്ത് വായു ശൂന്യമാക്കാത്ത ട്യൂബാണ്. അക്കാലത്ത് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വായു ശൂന്യമാക്കാത്ത ഒരു ട്യൂബ് എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നാണയം ആദ്യം എത്തുകയും തൂവൽ പിന്നീടാണ് താഴേക്ക് പതിക്കുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. പിന്നീട് ആ ട്യൂബിൽ നിന്ന് വായു ശൂന്യമാക്കിയിട്ട് ഈ സെയിം എക്സ്പെരിമെൻ്റ് ആവർത്തിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും തൂവലാണെങ്കിലും നാണയമാണെങ്കിലും ഒരേ സമയത്ത് താഴേക്ക് പതിക്കുന്നതായിട്ടാണ് ഐസക് ന്യൂട്ടൻ തെളിയിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഒരു കല്ലും കടലാസ് കഷ്ണവും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിട്ടാൽ അവ താഴെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. അപ്പോൾ അവ രണ്ടും ഒരുമിച്ച് താഴെ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അവ രണ്ടും ഒരുമിച്ച് താഴെ എത്തുന്നു എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ പരീക്ഷണമാണ് തൂവലും നാണയവും എന്ന പരീക്ഷണം. അപ്പോൾ എന്താണ് ഈ തൂവലും നാണയവും ഡിഫറെൻ്റ്, ഇപ്പോൾ വായു ഉള്ള ട്യൂബിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിൽ അത് താഴെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ട്യൂബിനകത്തുള്ള വായുവിൻ്റെ പ്രതിരോധം, അതായത് ഘർഷണ ബലം കാരണമാണ് തൂവൽ താഴെ എത്താൻ കൂടുതൽ സമയം എടുക്കുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗലീലിയോ ആണ് ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നത് ഘർഷണ മൂലമൊക്കെയാണെന്ന്. പക്ഷേ ഐസക് ന്യൂട്ടനാണ് അത് പിന്നെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് മാസും ഭാരവും എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. മാസും ഭാരവും അതിനോട് അടുപ്പിച്ച് ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ പരിക്രമണം ചെയ്യുകയാണ്. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ബലം നൽകുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഗ്രഹങ്ങളിൽ നിന്നാണ് എന്ന പോയിന്റാണ് തന്നിട്ടുള്ളത്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നു. അതേസമയം ഉപഗ്രഹങ്ങൾക്ക് ഈ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് ഗ്രഹങ്ങളിൽ നിന്നാണ് എന്നുള്ളൊരു പോയിന്റാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കോ. F is equal to, ഇവിടെ എന്താ തന്നിട്ടുള്ളത്, മാസും വെയിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ ഉപകരണങ്ങളാണ്? ഒരു സാധാരണ ത്രാസും ഒരു സ്പ്രിംഗ് ത്രാസും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് ഇതാണ്, മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. ഓർത്ത് വയ്ക്കുക, മാസ് അല്ലെങ്കിൽ പിണ്ഡം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. അതുപോലെ ഭാരം അളക്കുന്നതിനാണെങ്കിൽ ഏതാ ഉപയോഗിക്കുക? സ്പ്രിംഗ് ത്രാസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിക്കും. അതേസമയം മാസ് അല്ലെങ്കിൽ പിണ്ഡം അളക്കുന്നതിന് സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് അതിൻ്റെ ഭാരം. അത് അളക്കുന്നത് ന്യൂട്ടൺ എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് മുകളിൽ തന്നിട്ടുള്ളത്. ന്യൂട്ടൺ ആണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണ്. ഇവിടെ എം ജി എന്നത് വസ്തുവിൻ്റെ ഭാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരം എന്നാൽ ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം. അതിനെയാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ന്യൂട്ടൺ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇവിടെ 1 കിലോഗ്രാം ഭാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 കിലോഗ്രാം ഭാരം. ഓക്കെ, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് അതിൻ്റെ ഭാരം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിട്ടുള്ള ഭാരമാണ് 1 കിലോഗ്രാം ഭാരം. ഓക്കെ, 1 kg വെയിറ്റ്. എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണെന്ന് നമുക്കറിയാം. ഇനി 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണെന്ന് പറഞ്ഞു. ഈ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഈ ജി എന്ന് പറയുന്നത്. ജിയുടെ വാല്യൂ അപ്പോൾ നമുക്ക് അതിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെയിറ്റിന് പകരം 1 kg ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 9.8 ന്യൂട്ടൺ. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, 9.8 ന്യൂട്ടൺ ആണ് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണെന്ന് ഓർക്കുക. ഭാരത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ പ്രതലത്തിൽ ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ്? ഭൂമിയുടെ പ്രതലത്തിൽ ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത്? ധ്രുവപ്രദേശത്ത് വെക്കുമ്പോഴാണ് കേട്ടോ, ധ്രുവപ്രദേശം. ഇനി അടുത്തത്, ഭൂമിയുടെ പ്രതലത്തിൽ എവിടെ വെക്കുമ്പോഴാണ് വസ്തുവിന് ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്? എവിടെ വെക്കുമ്പോഴാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് വെക്കുമ്പോഴാണ്. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ പ്രതലത്തിൽ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ധ്രുവപ്രദേശത്താണ്. അവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്തുമ്പോഴും അതുപോലെ താഴ്ന്ന് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വരുമ്പോഴും അതിൻ്റെ ഭാരം കുറവാണ് അനുഭവപ്പെടുന്നത് എന്നല്ലേ. അങ്ങനെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ 0 ആണ്. അപ്പോൾ അതാണ് അടുത്ത ചോദ്യം. ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം ഈ 60 kg മാസുള്ള ഒരു വസ്തുവിന് ഭൂമിയിലെ ഭാരം എത്രയാണ്? ഈ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 60 kg മാസുള്ള ഒരു വസ്തുവിന് ഭൂമിയിലെ ഭാരം എത്രയാണ്? അപ്പോൾ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് വെയിറ്റ് കാണുന്നത് എങ്ങനെയാണ്? W = mg ആണെന്ന് നമുക്കറിയാം അല്ലേ. W = mg ആണ്. അതിൽ എം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? എത്രയാണ്? 60 kg ആണ്. അപ്പോൾ 60 ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 ആണ് നമ്മൾ പഠിച്ചു. ഇൻറ്റു ചെയ്യുമ്പോൾ 588 ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞിരുന്നു 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണെന്നുള്ളത്. അപ്പോൾ ഭൂമിയിലെ ഭാരം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ഈ എം ജി വെയിറ്റിനെ എന്ത് ചെയ്താൽ മതി? 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര കിലോഗ്രാം വെയിറ്റ് ആണെന്ന് കിട്ടും. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ ന്യൂട്ടനെ നമ്മൾ എന്ത് ചെയ്യാണ്? കിലോഗ്രാം വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ 588 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 9.8 ചെയ്യുമ്പോൾ എത്ര കിലോഗ്രാം വെയിറ്റ് ആണെന്നുള്ളത് കിട്ടും. കിലോഗ്രാം വെയിറ്റിലുള്ള അളവാണ് നമുക്ക് കിട്ടുന്നത്. 60 കിലോഗ്രാം വെയിറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്തത് ചന്ദ്രനിലെ ഭാരം എത്രയാണെന്ന്. ചന്ദ്രനിലെ ഭാരം കാണാൻ വേണ്ടിയിട്ട് മാസ് ഇൻറ്റു ചന്ദ്രനിലെ ജിയുടെ വാല്യൂ എത്രയാണ്? കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചിരുന്നു. എത്രയാ? 1.62 ആണെന്ന് പഠിച്ചു അല്ലേ. 1.62. അപ്പോൾ മാസ് ഇൻറ്റു ചന്ദ്രനിലെ ജിയുടെ വാല്യൂ ആണ്. അപ്പോൾ 60 ഇൻറ്റു 1.62 ചെയ്യുമ്പോൾ 97.2 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ 97.2 ന്യൂട്ടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കിലോഗ്രാം വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ എത്ര വന്നു? 9.918 കിലോഗ്രാം വെയിറ്റ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കിക്കേ, ഭൂമിയിലെ ഭാരം 60
60 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിന് ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് 60 കിലോഗ്രാം വെയിറ്റും അതുപോലെ തന്നെ ചന്ദ്രനിലെ എന്ന് പറയുന്നത് എത്രയാണ് 9.918 കിലോഗ്രാം വെയിറ്റുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ പോയിന്റ്? ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്, അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം അനുസരിച്ച് മാറും. ഓക്കെ, ആകാശഗോളം അനുസരിച്ച് മാറും. പക്ഷെ പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിണ്ഡം, ഒരു വസ്തുവിൻ്റെ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ചേഞ്ച് ആവും. ഭാരം ആകാശഗോളം ഏതാണോ അതിലെ ജിയുടെ വാല്യൂ അനുസരിച്ച് ഭാരം ചേഞ്ച് ആകും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. നമ്മൾ പഠിച്ചത് ഓർക്കുന്നോ നിങ്ങൾ? കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു. ചന്ദ്രനിലെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടോ? ഇത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണെന്ന് പറഞ്ഞത്. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരം മാത്രമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ എന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. നിർബാധ പതനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ നിർബാധ പതനവും ഭാരമില്ലായ്മയും എന്നുള്ള ഭാഗം ഒന്ന് നോക്കാം. അവിടെ നിർബാധ പതനത്തിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? നിർബാധ പതനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? നിർബാധ പതനം എന്ന് പറയുന്നത്. നിർബാധ പതനം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഘർഷണമില്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കണം. കേട്ടോ പോയിന്റ്? നിർബാധ പതനമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഘർഷണം ഉണ്ടാവാൻ പാടില്ല. ഘർഷണമില്ലാതെ ഗുരുത്വാകർഷണം ആ ഒരു ബലം കൊണ്ട് മാത്രം ഈ വസ്തു ഭൂമിയിലേക്ക് പതിക്കണം. വായുവിൻ്റെ ഘർഷണം താരതമ്യേന കുറവായിരിക്കുന്നതിനാൽ അത് നാം പരിഗണിക്കാറില്ല എന്ന് മാത്രം. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ട വസ്തുവിനെ ത്രാസ് ഉൾപ്പെടെ താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ ത്രാസിൽ കാണിക്കുന്ന റീഡിങ് എത്രയായിരിക്കും? ഇവിടെ നിർബാധ പതനമാണ്. അപ്പോൾ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടൊരു വസ്തു താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? 0 ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. റീഡിങ് കാണിക്കാനായിട്ട് പറ്റില്ല. 0 ആണ് അവിടുത്തെ റീഡിംഗ് ആയിട്ട് കാണിക്കുക കേട്ടോ. ഒരു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ട വസ്തുവിനെ ത്രാസ് ഉൾപ്പെടെ സ്വതന്ത്രമായിട്ട് താഴേക്ക് വീഴുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നിർബാധ പതനം. നിർബാധ പതനത്തിന് വിധേയമാകുന്ന ഒരു വസ്തുവിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത്, ജെയിന്റ് വീലിൽ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? നിർബാധ പതനമാണ്. ജെയിന്റ് വീലിൽ നമ്മൾ കയറുമ്പോൾ താഴേക്ക് അതിങ്ങനെ കറങ്ങി വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. അതിന് കാരണം നിർബാധ പതനം തന്നെയാണ്. അടുത്ത ചോദ്യം, നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? പ്രതിബലമാണ് നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം. എന്താണ് പ്രതിബലം? ഇപ്പുറത്തെ ഒരു ബോക്സിൽ തന്നിട്ടുള്ളത് കണ്ടോ? പ്രതിബലം നോക്കൂ. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുന്നുവെങ്കിൽ നാം ബാലൻസിൽ ഒരു ബലം പ്രയോഗിക്കുന്നു. ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് ബാലൻസിൽ കാണിക്കുന്ന റീഡിങ്. അതിനെയാണ് പ്രതിബലം എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ആ ബാലൻസിൽ നമ്മളൊരു ബലം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ബാലൻസ് നമ്മളിലേക്കും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ പ്രയോഗിക്കുന്ന ബലമാണ് ബാലൻസിൽ കാണിക്കുന്ന ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, പ്രതിബലം എന്ന് പറയുന്നത്. അപ്പോൾ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രതിബലമാണ്. 10 kg മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിർബാധം പതിക്കുമ്പോൾ എത്ര മാസുള്ള വസ്തുവാണെങ്കിലും അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അടുത്തത്, ഈ വസ്തുവിനെ നിർബാധം താഴേക്ക് പതിക്കാൻ അനുവദിച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ബലത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ബലമൊക്കെ കുറയുകയാണ് ചെയ്യുക. ഒരു വസ്തുവിനെ നിർബാധം താഴേക്ക് പതിക്കാൻ അനുവദിച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ബലം കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജെയിന്റ് വീല് താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നിർബാധ പതനമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ നിർബാധ പതന തത്വമുണ്ട് കേട്ടോ. നിർബാധ പതന തത്വമുണ്ട്. അത് കൊണ്ടുവന്നിട്ടുള്ളത് ഗലീലിയോ ആണ്. ഓക്കെ,
അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം ഇതാണ്: വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ ഭൂമിയിൽ നിർബാധം പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കുന്നു. വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കളാണെങ്കിലും ഭൂമിയിൽ നിർബാധം പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്നാണ് ആര് കണ്ടെത്തിയത്? ഗലീലിയോ കണ്ടെത്തിയത്. മനസ്സിലായോ? വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ ഭൂമിയിൽ നിർബാധം പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ഗലീലിയോ കണ്ടെത്തി. പിന്നീട് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, തൂവലും നാണയവും വെച്ചിട്ടുള്ളത്. പിന്നീട് ആ ഒരു എക്സ്പെരിമെൻ്റ് ഐസക് ന്യൂട്ടൺ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. ഓക്കെ, വായുവിൻ്റെ പ്രതിരോധം കാരണം എന്താണ് തൂവലും നാണയവും മുകളിൽ നിന്ന് ഇടുമ്പോൾ തൂവലും നാണയവും വ്യത്യസ്ത സമയത്താണ് താഴേക്ക് എത്തുന്നത്. അത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്നൊക്കെ ഗലീലി പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും പറഞ്ഞത്. എന്താണ് ഗലീലിയോയുടെ കണ്ടുപിടുത്തം? വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ ഭൂമിയിൽ നിർബാധം പതിക്കുന്നത് ഒരേ വേഗതയിലാണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. PYQ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ്? 60 ഗ്രാം മാസമുള്ള ഒരു വസ്തുവിന് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരം, അതുപോലെ ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം, അതിലെ ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു വസ്തുവിൻ്റെ ഭാരം എന്നത് അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം അനുസരിച്ച് മാറുന്നു. എന്നാൽ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരം മാത്രമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, ഇത് PYQ ആണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിനെ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ക്ലാസ് എങ്ങനെയാണ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്ലാസ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? നിങ്ങൾ പറഞ്ഞാലാണ് നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. അതുകൂടാതെ തന്നെ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മളുടെ ഈ ഒരു SCERT സീരീസ് എത്തിക്കുക. നിങ്ങൾക്കറിയാലോ, ഏതൊരു PSC എക്സാമിനാണെങ്കിലും നമുക്ക് SCERT ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ക്ലാസ്സിന് മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തരിക. ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഇനിയും അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് പുതിയ SCERT ലെസൺസ് എല്ലാം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് വൈസാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നതെന്നൊക്കെയുള്ള കാര്യം. അതുകൂടാതെ നമ്മളൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾ നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന SCERT ക്ലാസ്സുകളുടെ PDF ഫയലുകളും എല്ലാം ഈ ഒരു ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, അതും കൂടി അങ്ങ് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.